അസ്സലാമു അലൈക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശച്ചട്ടി നമ്മൾ വാങ്ങിച്ചത് ഒന്ന് മയക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കുന്നത് വരെ നമ്മൾ ഇനി കുറച്ച് ദിവസം ഇതിൽ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മളിത് അങ്ങനെ ഒരു പാൻ അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലാണ് ദോശ ചുട്ടെടുക്കുന്നത്. പക്ഷേ ഇതിലുണ്ടാക്കുന്ന ദോശ നമ്മൾ ദോശച്ചട്ടിയിൽ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ആ ടേസ്റ്റും ആ സുഖമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒറ്റ ദോശ മാത്രമാണ് കഴിച്ചത്. ആർക്കും അങ്ങനെ ഇഷ്ടമായിട്ടൊന്നുമില്ല, ഉമ്മാക്കൊന്നും. പിന്നെ നമ്മൾ ദോശയല്ലേ, എന്തെങ്കിലും രാവിലെ കഴിക്കാൻ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് തിന്നത് കേട്ടോ. അപ്പോൾ ദോശ എണ്ണ ഒഴിച്ച് വെക്കുന്നത് നമുക്കിനി വായത്തണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഈ ഒരു കുപ്പി ഇങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ. അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് ആ ബ്രഷ് ഇട്ട് തടവി കൊടുക്കുക എണ്ണ. അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെ ദോശയ്ക്ക് ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ അപ്പുറത്ത് ഇതിൽ ചായയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയും ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ദോശയും ചായയും ഒക്കെ കുടിക്കാം. ചായ കുടിച്ചിരിക്കുമ്പോഴാണ് പിന്നെ എ സി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പയ്യന്മാർ വന്നത് കേട്ടോ. അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എ സി. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കുള്ള ചായയൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഓരോ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2-3 ദിവസമായിട്ട് തീരുമാനമുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ കൂടെ അലക്കിയിട്ട് ഇടാനായിട്ട് പിന്നെ സ്ഥലമില്ല. മഴയാണ്, പുറത്തിടാനും പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ പെയ്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് വന്നിട്ട് അയിമലാണ് പിന്നെ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടണത് കേട്ടോ. അങ്ങനെ എല്ലാം അങ്ങ് വിരിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട്. ബാക്കിയുള്ളത് പുറത്തൊരു അയൽ കെട്ടിയിട്ട് അതിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. പുറത്ത് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവരെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുടക്കാനായിട്ട് പോവാം. അപ്പോൾ ഈ ഒരു മഫിലാണ് കേട്ടോ ഉദ്ഘാടനം നമ്മൾ ഇന്നാൾ കഴിച്ചതാണ്. വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്ന് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇത് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിയിട്ട് ഇതാക്കുന്നത്. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ ഒന്ന് താത്തി കൊടുത്താൽ മതി. ആ കൊള്ളിയിട്ട് അതന്നെ കറങ്ങിയിട്ട് പീഞ്ഞ് വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് പീഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം അതൊന്ന് അവിടെ ടൈറ്റാക്കി കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷേ ഒരുപാട് ടൈം ഇങ്ങനെ പോണ പോലെയൊക്കെ തോന്നിയിട്ട് അതേറ്റ് തുടക്കുമ്പോൾ നമ്മളെ സാധാ മഫേറ്റ് തുടക്കണക്കാട്ടിലും കുറേ ടൈം എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ അരിച്ചരിച്ച് ഇതേറ്റ് ഇതാക്കി വരുമ്പോൾ മറ്റേത് ഭയങ്കര സുഖമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി അതുകൊണ്ട് ഇങ്ങനെ ശീലമായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അടിയിലുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ഞിയാണ് കേട്ടോ. ശീലൻ്റെ അല്ല, അത് ഫ്രീ കിട്ടിയതാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ. അപ്പോൾ നല്ല ശീലൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തുടക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു പഞ്ഞി ആയതുകൊണ്ട് അധികം വയ്ക്കണില്ല കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അടുപ്പിച്ച് ഞാൻ 2-3 ദിവസം ഇതായിട്ട് തന്നെയാണ് തുടച്ചത്. തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ആൾക്കാർ വന്നു കേട്ടോ. പന്തലൊക്കെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ഗ്രീൻ പീസ് കറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പിന്നെ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഗ്രീൻ പീസ്. രണ്ടാമത് കുക്കറിൽ കുറേ അധികം ടൈം അങ്ങനെ ഇട്ടിട്ട് വേവിച്ചെടുത്തു കേട്ടോ. അങ്ങനെ രണ്ടാമതും കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അവർക്ക് രാവിലെ കഴിക്കാൻ വേണം, അതേപോലെ ഉച്ചയ്ക്ക് ചോറൊക്കെ വേണമെന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുഡ് വേണമെന്ന്. അങ്ങനെ പിന്നെ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. പുട്ടാണ് കേട്ടോ അതിലേക്ക് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് കറിക്ക് അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് അവർക്ക് പുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറൊന്നും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. പിന്നെ വൈകിട്ട് ഹൈസ്കുട്ടി ഇന്ന് ഇവിടുന്നാണ് കേട്ടോ സ്കൂൾക്ക് പോയിട്ടുള്ളത്. അപ്പോൾ വൈകിട്ട് ഓനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ റോഡിൻ്റെ സൈഡിലേക്ക് പോകണം കേട്ടോ. നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മൾ നേരെ ഇറങ്ങി നിന്നാൽ തന്നെ ബസ് വരും. ഇവിടെ കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഓനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. അനിയത്തിയും ഓള നാത്തൂനും ട്രെയിനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നിറയെ ഒലിച്ച് പോകുന്നുണ്ട്. അതിലൊക്കെ ചളി വെള്ളത്തിലൊക്കെ കളിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എൻ്റെ ചെരുപ്പ് ഇന്നലെ ഇവിടെ നിന്നതുകൊണ്ട് തന്നെ ഇന്ന് നായി അടിച്ചുകൊണ്ടിട്ടുണ്ട് കേട്ടോ. പുറത്തിട്ടിട്ട് ഇപ്പോൾ 2 ചെരുപ്പിൻ്റെ 2 തുണകളായിട്ടാണ് ഇട്ടിട്ടുള്ളത്. 2 ചെരുപ്പിൻ്റെ ഓരോന്ന് നായി എടുത്ത് പോയിട്ടുണ്ട്. കാലം വേറെ ചെരുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് 2ൻ്റെ 2 തുണകളാണ് കേട്ടോ ഉള്ളത്. 2ഉം 2 കാലുമത്തതാണ്. അതൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആര് വന്നാലും എൻ്റെ കാലുമൊക്കെ കാര്യം ഫസ്റ്റ് നോക്കുക. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ നിന്നു കേട്ടോ. ബസ് ഒരു 4-5 ഒക്കെ ആയപ്പോഴാണ് എത്തിയത്. ഓരോ കുടയും 5 ആൾക്കാരുണ്ട് ഞങ്ങൾ. അങ്ങനെ ഈ ഒറ്റൊരു കുടയും പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. മഴ ഇപ്പോൾ പെയ്യും എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് ഐസിൻ്റെ ബസ്സൊക്കെ വന്നു. ഞങ്ങൾ ഓനെ ഇറക്കിയിട്ട് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത്. ഈ സമയത്തൊക്കെ മഴ ചെറുതായിട്ട് തുള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഓനക്ക് കൂട്ടായിട്ട് വേറൊരു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. 1-ാം ക്ലാസ്സിലോ 4-ലോ എത്രയിലോ ആണ് പഠിക്കുന്നത്. ഓനും കൂടെ ഉണ്ട്. അങ്ങനെ ഐസിനും കിട്ടി. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഐസിന് നമ്മളെ നാട്ടിലേക്ക് വരുന്ന അതേ ബസ് തന്നെയാണ് കേട്ടോ. ഓൻ്റെ ഈ ബസ് തന്നെയാണ് ഓന് പോയിട്ടുള്ളത്. വരാനും പോവാനൊക്കെ ആ ബസ് തന്നെയാണ്. ഇവിടുന്ന് തന്നെ ഓനക്ക് കയറാൻ പറ്റും. എല്ലാവരും
അങ്ങനെ ഇതാ ഓനെ കിട്ടി. രാവിലെ ഓനെ വിടുമ്പോൾ ഞാൻ ഓൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ വേറെ ബസ് വരുന്നുണ്ട് കേട്ടോ. അതിൽ കയറ്റി വിട്ടപ്പോൾ ആൾക്കൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല കേട്ടോ, കരയാനായിരുന്നു. ഇപ്പോൾ ഓൻ്റെ ബസ്സിൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊടുന്നപ്പോഴും ആണ്ടനെ വിടുമ്പോഴൊക്കെ ഓനക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വെള്ളത്തിലൂടെ ഇതാ വീട്ടിലേക്ക് പോവാണ്. നിറയെ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഐസിന് ഇതാ ചളിയിൽ കൂടെ ഒക്കെ അങ്ങോട്ട് നടന്ന് പോവുകയാണേ. ഐസിനെ എൻ്റെ യൂണിഫോം കണ്ടിട്ട് വീട്ടിലിടുന്ന ഡ്രസ്സിൻ്റെ പോലെ ഉണ്ടല്ലോ. പണ്ടത്തെ കുട്ടികൾ കാടും മലയും തോടൊക്കെ താണ്ടി സ്കൂൾക്ക് പോയി. അതാ കാല് താന്ന് അതേപോലെ ആയിപ്പത്. കാള് ഈ ഐസിന് എന്തിനാ ചളിയിൽ കൂടെ തന്നെ നടക്കും. ഇങ്ങോട്ട് കയറി ഇടന്നാ, ഇങ്ങോട്ട് കയറി ഇടക്ക്. വീടിന്റെ മുന്നിലൂടെ തോട് ഒഴുകുന്നു. കാണിച്ചെടുത്താ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.